അപ്പൊ ഈ സോളാർ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ശരിക്കും അതിന്റെ നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഫസ്റ്റ് റൂൾ ആയിട്ട് പറയുന്നത് അറ്റ്ലീസ്റ്റ് ബി ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് എങ്കിലും വേണം ഒരു സോളാർ കോൺട്രാക്ടർക്ക് എന്നാണ് അതിൻ്റെ അകത്ത് പ്രത്യേകം സോളാറിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ് തന്നെ വരുന്നത് സോളാർ കോൺട്രാക്ടർ ഷുഡ് ഹാവ് ടു ഒബ്റ്റെയിൻ അറ്റ്ലീസ്റ്റ് ബി ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് എന്നാണ് പറയുന്നത്. ഒരു ബി ഗ്രേഡ് കോൺട്രാക്ട് ലൈസൻസ് എങ്കിലും വേണമെന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ EV ചാർജിങ് സ്റ്റേഷൻ വർക്കുകൾ ഇപ്പൊ നമുക്ക് അറിയാം ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പൊ ഞാൻ പേഴ്സണലി ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു സെയിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഗ്രോത്ത് ആണ്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ യൂണിയൻ മിനിസ്റ്റേഴ്സും സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി യൂണിയൻ മിനിസ്റ്റർ ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഒക്കെ ഈ അടുത്തിടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇനിയിപ്പോൾ IC എഞ്ചിൻസിന് വലിയ ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത്. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഗ്രോത്തും അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് വെഹിക്കിളിലെ ഏറ്റവും നെഗറ്റീവായിട്ട് നമുക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് ചാർജിങ് സ്റ്റേഷന്റെ ഒരു ഫെസിലിറ്റി എന്നുള്ളത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ നമുക്ക് മെയിൻ ഹൈവേസിലും കാര്യങ്ങളിലും എല്ലാം ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കാലിക്കട്ടോ മലപ്പുറം ട്രിവാൻഡ്രോ ഒക്കെ MC റോഡിൽ കൂടെ നാഷണൽ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ മൂന്നാർ അല്ലെങ്കിൽ ഇടുക്കി അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചാർജിങ് സ്റ്റേഷന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ശബരിമല പമ്പ അങ്ങനെയൊക്കെ പോകുമ്പോൾ 1-2 ചാർജിങ് സ്റ്റേഷൻ ആകെ ഉണ്ടാവുള്ളൂ. അത് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ചാർജിങ് സ്റ്റേഷന്റെ ഇൻസ്റ്റലേഷൻ വർക്കുകൾ അതുപോലെ നമുക്ക് റിസോർട്ടുകൾ ഹോട്ടൽ ഹോസ്പിറ്റൽസിൽ ഇവിടെ എല്ലാം ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റലേഷന്റെ ആവശ്യകത കൂടി വരുവാണ്. അപ്പൊ നല്ലൊരു ബിസിനസ് ഫീൽഡാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വർക്കുകൾ ചെയ്യാനും നമുക്ക് ഈ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് അതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടും സംസാരിക്കാം. ദെൻ നമുക്ക് ഓതറൈസ്ഡ് സിഗ്നേച്ചർ നമുക്ക് അണ്ടർ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ലൈസൻസ്ഡ് സൂപ്പർവൈസർ റിക്വയർഡ് ടു ഓവർസീ ടെസ്റ്റ് ആൻഡ് സൈൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ. അത് നമ്മൾ ഈ സെക്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മുടെ സൈനും സീലും വെച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സൈനും നമുക്കൊരു ഓഫീസ് സീൽ ഉണ്ടാവും. നമ്മുടെ സൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എൻ്റർ ആവുകയാണ്. നമ്മുടെ സൈനിന് ഒരു വാല്യൂ ഉണ്ടാവും. സോ അങ്ങനെ നമുക്ക് ഓതറൈസ്ഡ് സിഗ്നേച്ചർ നമുക്ക് സബ്മിഷൻ ഡ്രോയിങ്സിലും അതുപോലെ ഈ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല ഇപ്പൊ ലോഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ KCBയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ ഈ സോളാറിന്റെ ഓൾറെഡി ഉള്ള ഇൻസ്റ്റലേഷനിലേക്ക് സോളാർ വരുന്നു അല്ലെങ്കിൽ ജനറേറ്റർ വെക്കുന്നു. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലൈസൻസ് ഉള്ള ആളുടെ സൈനും സീലും വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പർപ്പസുകൾക്കെല്ലാം നമുക്ക് ഈ ലൈസൻസ് ഉള്ള എഞ്ചിനീയേഴ്സിന്റെ ആവശ്യകതയുണ്ട്. ദെൻ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ ഇപ്പൊ നമുക്ക് വേക്കൻസീസ് നമ്മൾ ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞാണ് കൊച്ചിൻ റിഫൈനറിയിലേക്ക് വേക്കൻസി ഉള്ള കാര്യം. അപ്പൊ നമുക്ക് റിഫൈനറിയിൽ ഇതുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ പല പ്ലാന്റിന്റെ ഉള്ളിലും ക്രൂഷ്യൽ ആയിട്ടുള്ള പല പ്രൊജക്ടുകളിലും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ ലൈസൻസ് ആവശ്യമായിട്ടുണ്ട്. HTLT വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് അതിന്റെ ഒരു എന്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളൊരു സ്വന്തമായിട്ട് നമ്മൾ കോൺട്രാക്ട് ലൈസൻസ് എടുക്കുന്നില്ല. ദെൻ നമ്മളൊരു സൂപ്പർവൈസർ ലൈസൻസ് നമ്മൾ എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂസിലും ജോബിലും ഒക്കെ ഒരു പ്രിഫറൻസ് കിട്ടും. പിന്നെ വേറൊരു കേസ് പറഞ്ഞത് നമുക്ക് പല പ്രൊജക്ടുകൾക്ക് ഇപ്പൊ ലുലു പോലെയുള്ള പല കമ്പനീസും അവരുടെ സ്റ്റാഫിന് ലൈസൻസ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ് നമ്മളിപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ കൊച്ചി ഇൻഫോ പാർക്കിലും അപ്പൊ അങ്ങനെയുള്ള അവിടെയൊക്കെയുള്ള പല മെയിൻ്റനൻസ് വർക്കുകൾ ഫെസിലിറ്റി മാനേജ്മെന്റ് ചെയ്യുന്ന MNC കമ്പനികൾ അവരുടെ സ്റ്റാഫിന് ലൈസൻസ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല പ്രൊജക്ടുകൾക്ക് ഇപ്പൊ ലൈസൻസ് ഇങ്ങനെയുള്ള വലിയ പ്രൊജക്ടുകൾ റെക്കഗ്നൈസ്ഡ് പ്രൊജക്ടുകൾക്ക് മാത്രമല്ല പല ഇലക്ട്രിക്കൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നും ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഒരു സൈറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എങ്കിലും നിർബന്ധമായിട്ടും വേണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കോട്ടയം ജില്ലയിലും ഒക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കോൺട്രാക്ടേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈസൻസിന്റെ ആവശ്യകത ഓരോ ദിവസവും കൂടി വരുവാണ്. അപ്പോൾ ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ ഫ്രഷേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലീഗലായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് വേണം. അപ്പൊ അത് ഇപ്പൊ കൂടുതൽ കമ്പൽസറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പല കമ്പനികളും നമ്മളെ പെട്ടെന്ന് തന്നെ ജോലിക്ക് എടുക്കും. അതുപോലെ ഒരു നോർമൽ എഞ്ചിനീയേഴ്സിന് കിട്ടുന്ന സാലറിനേക്കാളും കൂടുതൽ സാലറി പാക്കേജും നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ ഒരു കമ്പനിക്ക് നോക്കുമ്പോൾ ഇപ്പൊ ഒരു ബിൽഡേഴ്സിനോ സ്കൈലൈൻ പോലെയൊക്കെയുള്ള ഒരു ബിൽഡേഴ്സ് ഗ്രൂപ്പിനോ അവർക്ക് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എടുക്കുമ്പോൾ അവർക്കും ഒരു
ലൈസൻസ് ഉള്ള എഞ്ചിനീയർ എടുക്കുന്നതാണ് ഇപ്പോഴും അവർക്ക് ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാലും ഒരു ഇൻസ്പെക്ഷൻ, ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഇതുപോലത്തെ ഗവൺമെന്റ് ഏജൻസികളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും എല്ലാം അവർക്ക് എപ്പോഴും ഒരു സേഫ് സൈഡ് എന്ന് പറയുന്നത് ഒരു ലൈസൻസ് ഉള്ള എഞ്ചിനീയർ അവിടെ കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പല കമ്പനികളും ഒരു സാലറിയിലാണെങ്കിലും അവർ ലൈസൻസ് ഉണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. നമുക്ക് കുറച്ചും കൂടെ സാലറി നോർമൽ എഞ്ചിനീയേഴ്സിന് കിട്ടുന്നതിനേക്കാളും സാലറി പാക്കേജ് കൂടുതൽ കിട്ടാനുള്ള ഒരു ചാൻസ് ലൈസൻസ് എടുക്കുമ്പോൾ ഉണ്ടാവും. ഇനി നമുക്ക് അതിന്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൂപ്പർവൈസർ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കോൺട്രാക്ട് ലൈസൻസ് വേണമെങ്കിൽ എടുക്കാം, ഗ്രേഡ് എ ഗ്രേഡ് ബി ലൈസൻസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എടുക്കുമ്പോൾ ആദ്യം കോൺട്രാക്ട് ലൈസൻസ് ഗ്രേഡ് ബി 250 കിലോവാട്ട് അല്ലെ KVA വരെയുള്ള വർക്കുകൾ ചെയ്യാനുള്ള പെർമിഷനാണ് നമുക്ക് കോൺട്രാക്ട് ലൈസൻസ് ആദ്യം കിട്ടുക. അതിനുശേഷം നമുക്ക് ഇത്ര വർക്കുകളും എല്ലാം ചെയ്ത് കാണിച്ചാൽ മാത്രമാണ് ഇത്ര കിലോവാട്ട് 1500 കിലോവാട്ട് അതിന്റെ ഇത്ര KVA ജനറേറ്റർ ഇത്ര APFC വർക്കുകൾ ചെയ്ത് കാണിച്ചാലാണ് നമുക്ക് എ ഗ്രേഡ് കോൺട്രാക്ട് ലൈസൻസിലേക്ക് കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് കോൺട്രാക്ട് കമ്പനി മാത്രമല്ല ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനി, ഇപ്പൊ നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോൾ OCS ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല കമ്പനീസും കാണാം. അതുപോലെ നമുക്ക് പല ഷോപ്പിംഗ് മാളുകളിലും എല്ലാം പോകുമ്പോൾ കാണുന്നത് അവിടുത്തെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വർക്ക് വേറെ ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനി ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലാണെങ്കിൽ സ്റ്റെർലി വിൽസൺ പോലെയുള്ള കമ്പനീസ് ആയിരിക്കും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വർക്കുകൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഷോപ്പിംഗ് മാളുകൾ, ഹോസ്പിറ്റൽ, എയർപോർട്ടിന് മാത്രമല്ല ബാക്കി എല്ലാ ബിൽഡിങ്ങുകളും, ഷോപ്പിംഗ് മാളുകൾ, ഹോസ്പിറ്റല്, അതുപോലെ ഗവൺമെന്റ് പ്രൈവറ്റ് ഓഫീസ് ബിൽഡിങ്ങുകൾ, പ്രൈവറ്റ് സെക്ടറിലെ പബ്ലിക് ബാങ്കുകൾ, ഇവർക്കെല്ലാം ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുക്കണമെന്ന് റൂൾ ആയിട്ടുണ്ട്. സോ അങ്ങനെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വർക്കുകൾ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളും ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിന്റെ, എയർപോർട്ടിന്റെ ഒക്കെ ഇതുപോലെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വർക്കുകൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ MEP വർക്കുകൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും AMCയിൽ ഇലക്ട്രിക്കൽ ലൈസൻസ്, കോൺട്രാക്ട് ലൈസൻസ് വേണം എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ മെയിൻ്റനൻസ് വർക്കുകൾ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോളാർ, EV ചാർജിങ് സ്റ്റേഷൻ ഇൻസ്റ്റലേഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇലക്ട്രിക്കൽ ലൈസൻസ് ആവശ്യമുണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ കരിയറിനെ സംബന്ധിച്ചും പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസ് ആവശ്യമാണ്. ഇനിയിപ്പോ ഗേൾസ് കൂടുതൽ വിചാരിക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അത്ര ഉണ്ടാവില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും പൊതുവെ ഉള്ളത്. പക്ഷെ നമുക്കറിയാവുന്ന പല ഇലക്ട്രിക്കൽ നമ്മുടെ സ്റ്റുഡൻസിനെ എടുക്കുന്ന പല കോൺട്രാക്ട് കമ്പനീസും ഇതുപോലെ ലേഡീസ് റൺ ചെയ്യുന്ന കോൺട്രാക്ട് കമ്പനീസും ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 30-40% എനിക്ക് ഈ ടോട്ടൽ കോൺട്രാക്ട് കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ ലേഡീസ് റൺ ചെയ്യുന്ന കോൺട്രാക്ട് കമ്പനീസും ഉണ്ട്. സോ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. പല ലീഡിംഗ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ഇതുപോലെ ലേഡീസ് റൺ ചെയ്യുന്ന കോൺട്രാക്ട് ഫേംസ് കേരളത്തിലുണ്ട്. അവര് നമ്മളെ ഇതുപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യാറുള്ള കമ്പനീസും ഉള്ളതാണ്. ഇനി നമുക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന കുറച്ച് ലൈസൻസ് കിട്ടിയ കുറച്ച് ആളുകളുടെ റെസ്പോൺസസ് ആണ്. ലൈസൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തേക്കുന്നതിൽ റിസൾട്ട് വന്നിരിക്കുന്നതുമായിട്ടുള്ളവരുടെയൊക്കെ റെസ്പോൺസസ് ആണ് സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ ഓളച്ചിറ്റി ലൈസൻസ് കിട്ടിയവരുടെയാണ്. ഓളച്ചിറ്റിക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കോൺട്രാക്ട് ഡിമാൻഡ് 11 MVA, എസെൻഷ്യൽ ലോഡ് 800 കിലോവാട്ട്, യൂണിറ്റ് ലോഡ് 600 HP എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് ഡേറ്റ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന നെക്സ്റ്റ് എക്സാം ഡേറ്റ് ആണ് B ഗ്രേഡിന്റെ. അപ്പൊ അതിന്റെ ഡേറ്റ് ജൂൺ 3, 4, 5, 17, 18, 19, 2000 ഡേറ്റുകളിൽ ജൂൺ 2026 മോർണിംഗ് ബാച്ച് വരുന്നത് 10 AM to 1 PM 3 hour ആണ് നമുക്ക് എക്സാം ടൈമിംഗ് വരുന്നത്. ആഫ്റ്റർനൂൺ ബാച്ച് വരുന്നത് 2 PM to 5 PM ടൈം 3 hours ആണ് ഇൻക്ലൂഡിങ് വൈവ. ദെൻ നമ്മൾ 10 AM ആണെന്ന് പറഞ്ഞ് കൃത്യം 10 AM അല്ല എക്സാം ലൊക്കേഷൻ ചെയ്യേണ്ടത്. ഇതിന്റെ വെന്യൂ വരുന്നത് MTSL മീറ്റർ ടെസ്റ്റിംഗ് സെന്റർ ആണ്. MTSL ട്രിവാൻഡ്രം ഗവൺമെന്റ് കോളേജിനോട് അടുത്ത് തന്നെ, സെയിം സ്റ്റോപ്പിലാണ് ബസ്സിൽ പോവുകയാണെങ്കിൽ ഇറങ്ങേണ്ട, അതിനോട് ചേർന്ന് തന്നെയാണ് മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറി ഉള്ളത്.
ദെൻ അവിടെ അപ്പൊ നമുക്ക് 10 AM മോർണിംഗ് ബാച്ചിനാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നതെങ്കിൽ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ നമുക്ക് എൻ്റെ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈം നമ്മൾ നോക്കിയിട്ട് വേണം അവിടെ പോകാൻ വേണ്ടി. അപ്പൊ 10 AM തുടങ്ങുന്ന ബാച്ചിൽ ആണെങ്കിൽ നമുക്ക് 9:30 നിർബന്ധമായിട്ടും 9:30 മുമ്പ് നമ്മൾ എക്സാം സെന്ററിൽ എത്തിയിരിക്കണം. അപ്പൊ 9:30 to 10 AM ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പല ആളുകളും പല മിസ്റ്റേക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും ഈ എക്സാം ഡേറ്റ് ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ല കൊണ്ടുപോകുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പൊ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി വീഡിയോയും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സംരക്ഷ ആപ്പ് വഴിയോ സംരക്ഷയിൽ സൈറ്റിൽ കയറിയോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡ്സിലും വീഡിയോയിലൊക്കെ നോക്കാം. അപ്പൊ അങ്ങനെ ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതേ ഡോക്യുമെന്റ് ഇപ്പൊ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തേക്കണമെങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ തന്നെ വേണം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് കൊണ്ടുപോകാൻ. അല്ലാണ്ട് SSLC ബുക്ക് മാത്രം കൊണ്ടുപോയാൽ നമുക്ക് ചിലപ്പോൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇതിന്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോകും. ഒരിക്കലും നമുക്കറിയാം ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെച്ചിട്ട് ആരും സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യില്ല. ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകാനാണെങ്കിൽ ഒരു അറ്റസ്റ്റേഷൻ ഒരു ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ ഒറിജിനൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത്. അല്ലെ, ആരും ഒരു ഫോട്ടോസ്റ്റാറ്റ് നോക്കിയിട്ട് വേറൊരു ഫോട്ടോസ്റ്റാറ്റ് അറ്റസ്റ്റ് ചെയ്ത് തരത്തില്ല. അപ്പൊ ഒറിജിനൽ നമ്മൾ കാണിച്ചാലാണ് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഇവർ ട്രൂ കോപ്പി എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഒറിജിനൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അതേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളും ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ ഇതെല്ലാം ഏതാണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ഒറിജിനൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ ഒരു വെരിഫിക്കേഷൻ ടൈമാണ് 9:30 to 10 വരുന്നത്. ഇപ്പൊ 9:30 to 10 AM കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പറഞ്ഞ ലൈക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഇതിന്റെയൊക്കെ ഒറിജിനൽ നമുക്ക് അവിടെ ലോക്കറിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യേണ്ട ഒരു നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു ചേഞ്ചുമാണ്. നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ എക്സാം ഹാളിന്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ നമ്മൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അറിയാവുന്ന ആളുകളുടെ അടുത്ത് നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന പ്രൊജക്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്തു. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റിൽ എത്രയായിരുന്നു ട്രാൻസ്ഫോമർ കപ്പാസിറ്റി, ജനറേറ്റർ കപ്പാസിറ്റി, അതിന്റെ APFCയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന വേറെ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെയാണോ വർക്ക് ചെയ്ത് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് മാർക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാം. അതുപോലെ ഇപ്പോൾ ഒരു സോളാർ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവർ അതിന് ബേസ് ചെയ്തിട്ട് സോളാറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ട് വേറെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ഫീൽഡുകളും ഒക്കെ വർക്ക് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ ഡാറ്റാ സെന്റർ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് വർക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അതും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. ദെൻ നമുക്ക് ഇപ്പോൾ 10 AM നമുക്ക് ഇനി ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇന്റർവ്യൂവിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ സംരക്ഷ ആപ്പ് വഴി സബ്മിറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ സബ്മിറ്റ് ചെയ്ത് അതിന്റെ തന്നെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. ദെൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പിന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സ്കെയില്, പെൻസില്, പെന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. അതിൽ നമുക്ക് കേബിളിന്റെ ഒക്കെ സെലക്ഷൻ ചാർട്ടോ അല്ലെങ്കിൽ വേറെ സർക്യൂട്ട് ബ്രേക്കറിന്റെയോ ഒക്കെ സെലക്ഷൻ ചാർട്ടുകളോ കാര്യങ്ങളോ ഒന്നും പെർമിറ്റഡ് അല്ല.
പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പൊ പലരും യൂസ് ചെയ്യുന്നത് സ്മാർട്ട് വാച്ചസ് ആണ്. സ്മാർട്ട് വാച്ചസ് ഒക്കെ ഈ പറഞ്ഞ പോലെ മാൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. സ്മാർട്ട് വാച്ചസിൽ നമുക്ക് വാട്സപ്പ് എല്ലാം അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ സ്മാർട്ട് വാച്ചസ് ഒന്നും പെർമിറ്റ് ചെയ്യില്ല, നോർമൽ വാച്ചസ് കൊണ്ടുപോകണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എക്സാം ഹാളിലെ ക്ലോക്ക് ഒക്കെ കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇന്റർവ്യൂസിൽ ബി ഗ്രേഡിലാണെങ്കിലും എ ഗ്രേഡിലാണെങ്കിലും ഇന്റർവ്യൂവിൽ ഈ പറഞ്ഞ പോലെ ഫെയിൽ ആവാനുള്ള ഒരു കാര്യം, നമുക്ക് ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നവരാണ് പല ആളുകളും. ചിലപ്പോൾ ഇതേ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയുണ്ട്. ഈ ഇൻസ്പെക്ടറിലേക്ക് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുകയും സബ്മിറ്റ് ചെയ്യുകയും അതിന് അപ്രൂവൽ എടുത്തു കൊടുക്കുകയൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾ പോലും ചിലപ്പോൾ ലൈസൻസിന് പോകുമ്പോൾ പരാജയപ്പെട്ട് കാണാറുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രശ്നം, അവർക്ക് ഇത് അറിയാലോ എന്നുള്ള രീതിയിൽ അവരത് പ്രോപ്പറായിട്ട് ഒരു ട്രെയിൻ ചെയ്ത് നോക്കത്തില്ല, അല്ലെങ്കിൽ പ്രോബ്ലം തന്നെ സോൾവ് ചെയ്ത് നോക്കത്തില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ടൈം ഒത്തിരി പോകും. ഒരു കൺഫ്യൂഷൻ വന്നു അത് ചെയ്ത് നോക്കുകയില്ലെങ്കിൽ എത്ര അറിയാവുന്ന ആൾക്കാണെങ്കിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5-6 പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് A4 പേപ്പറാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ സ്കിമാറ്റിക് ഡ്രോയിങ് അഥവാ സിംഗിൾ ലൈൻ ഡയഗ്രാം ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിലും സ്കീമുള്ള പേജിൽ കാൽക്കുലേഷൻ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സ്കീമുള്ള പേജിൽ സ്കീം മാത്രം, സിംഗിൾ ലൈൻ ഡയഗ്രാം മാത്രം വരയ്ക്കുക. കാൽക്കുലേഷന് വേണ്ടിയിട്ട് വേറെ പേജ് യൂസ് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ സ്കീമിന് മാത്രമല്ല മാർക്ക്, നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്ത ഓരോ വാല്യൂസും കണ്ടുപിടിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ബി ഗ്രേഡിനാണെങ്കിൽ നമ്മൾ മെയിൻ പാനൽ, മെയിൻ MSB മുതലാണ്. അപ്പൊ MSBയുടെ മെയിൻ ഇൻകമർ ബ്രേക്കർ, ഔട്ട് ഗോയിങ് ബ്രേക്കർ എങ്ങനെ ചൂസ് ചെയ്തു, ഔട്ട് ഗോയിങ് ലോഡുകൾ എത്രയാണ് വരുന്നത്, APFC എങ്ങനെയാണ് സെലക്ട് ചെയ്ത് APFC ഇക്വേഷൻ വെച്ചിട്ട് APFC പാനലിന്റെ റേറ്റിംഗ് കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കണം. അത് പിന്നെ വാല്യുവേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ പാസ്സായോ ഫെയിൽ ആയോ എന്നൊക്കെ നോക്കുന്നതും അതിന്റെ മാർക്കൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കണം. ഇനി റഫ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു A4 പേപ്പർ യൂസ് ചെയ്യുക. എന്നിട്ട് അത് റഫ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വെട്ടിയിടാം. ശരിക്കുള്ള കാൽക്കുലേഷൻ പ്രോപ്പർ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ കാണിക്കണം. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലർ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്തൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും ഡൗട്ട്സ് വരുമ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ A4 പേപ്പറിലാണ്. A4 പേപ്പറിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. സിംഗിൾ ലൈൻ ഡയഗ്രാം ഒരു പേജിൽ കാണിക്കുക. നമ്മൾ പ്രോപ്പർ സ്റ്റെപ്പ് വേറെ പേജ് അതിന് യൂസ് ചെയ്യുക. ഞാൻ റഫ് കാൽക്കുലേഷൻ വേറെ പേജ് യൂസ് ചെയ്യുക. പിന്നെ നമുക്കൊരു റൈറ്റിംഗ് പാഡ് ചെയർ ആണ്, വൺ സൈഡ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പാഡ് ചെയർ ആണ് നമുക്ക് എക്സാം ഹാളിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ടൂൾസും കാര്യങ്ങളെല്ലാം വെക്കാനുള്ള ഒരു സ്പേസ് അവൈലബിലിറ്റി അവിടെ കുറവാണ്. അത് പലർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് പറയാറുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ മാക്സിമം പോക്കറ്റ് ഒക്കെ ഉള്ള ഡ്രസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എല്ലാ സാധനം കൂടെ അറിയാലോ, ഒരു ഫുൾ റൈറ്റിംഗ് പാഡ് അല്ല, ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പാഡ് ചെയർ ആണ്. അപ്പൊ അതിനൊരു സ്പേസ് ലിമിറ്റേഷൻ ഉണ്ട്. അത് പലർക്കും ഒരു ഡിസ്കംഫർട്ട് വരുന്നതായിട്ട് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ ഇപ്പോൾ ഉടനെ ഉള്ള ആളുകൾ മാക്സിമം ഇതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് A4 പേപ്പറിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അത് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ 10 AM നമുക്ക് ക്വസ്റ്റ്യൻ തന്ന് നമ്മുടെ ഇന്റർവ്യൂ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 11 ആകുമ്പോഴത്തേനും ഓരോരുത്തരെ വിളിക്കാം, വൈവയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കാം. ഇപ്പോൾ വൈവയ്ക്ക് ചോദിക്കുന്നത് നോർമലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി ചിലപ്പോൾ ചില കോളേജിൽ നിന്നുള്ള പ്രൊഫസേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചോദിക്കാം. ബട്ട് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ളതും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ 11 AM വിളിക്കുന്നവർക്കും പിന്നെ അവർക്ക് നമുക്ക് എക്സാം ടൈം 10 to 1 ആണ്. അപ്പോൾ 1 വരെ നമുക്ക് ടൈം തരാറുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ബി ഗ്രേഡിന് വരുമ്പോൾ 4 ലോഡാണുള്ളത്, 250, 150. പിന്നെ ഇത് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ബി ഗ്രേഡിന് വരുമ്പോൾ 250 150 ഇത് രണ്ടിനുമാണ് നമുക്ക് സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കേണ്ടത്, സ്കീം വരയ്ക്കേണ്ടത്. അപ്പൊ അതിനുള്ളവർക്ക് സ്കീം വരയ്ക്കാനുള്ള പ്രോബ്ലം തരും. സ്കീം ഡ്രോയിങ് ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പൊ അത് ഇൻഡസ്ട്രി ലോഡായിരിക്കും. ഇൻഡസ്ട്രി ലോഡാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 100 HP സിംഗിൾ ലോഡ്, പിന്നെ ബാക്കി 50 HP 25 HP അങ്ങനെ കുറെ മോട്ടോർ ലോഡുകളായിരിക്കും. അപ്പാർട്ട്മെന്റ് ലോഡാണെങ്കിൽ, ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു 10 ഫ്ലോറുള്ള ഫ്ലാറ്റ്, ഒരു ഫ്ലോറിൽ 2 BHK 3 BHK അപ്പാർട്ട്മെന്റ് രണ്ടെണ്ണം, ഒരു 2 BHK അപ്പാർട്ട്മെന്റ് ഒരെണ്ണം, അതിന്റെ ലോഡും തരും. 3 BHK പറഞ്ഞ 7 കിലോവാട്ട്, 2 BHK 4 കിലോവാട്ട്, അങ്ങനെ ആ പർട്ടിക്കുലർ അപ്പാർട്ട്മെന്റുകളുടെ ലോഡ് തരും. ദെൻ അവിടെ കോമൺ ലോഡായിട്ട് വരുന്ന ലിഫ്റ്റ്, ഫയർ പമ്പ്, വാട്ടർ ടാങ്ക്, വാട്ടർ പമ്പ്, STP, അപ്പൊ അങ്ങനെയുള്ള ലോഡ് ഡീറ്റെയിൽസ് നമുക്ക് തരും. ദെൻ ഹോട്ടൽ റിസോർട്ട് ആണെങ്കിൽ അതിന്റെ ലോഡ് ഡീറ്റെയിൽസ് തരും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ട്രാൻസ്ഫോമർ ചെയ്യരുത്. പണ്ട് എക്സാമുകളിൽ ഈ പറഞ്ഞ പോലെ ബി ഗ്രേഡ് 150 250 ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമർ പോലായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ ചെയ്യുന്നവരെ ഫെയിൽ ആക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ട്. നമുക്ക് ബി ഗ്രേഡ് വരുമ്പോൾ LT MV വർക്കുകൾ ചെയ്യാനുള്ള പെർമിഷനുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമർ നിങ്ങൾ ഇതിന് ചെയ്തു, നിങ്ങളുടെ സ്കോപ്പിൽ ഇല്ലാത്ത കാര്യം ചെയ്തു എന്നുള്ള ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു കാരണവശാലും ട്രാൻസ്ഫോമർ ചോദിച്ചിട്ടില്ലെങ്കിൽ ട്രാൻസ്ഫോമർ ചെയ്ത് MSB മുതലുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കാമുള്ളൂ. അതിൻ്റെ ഒരു സാമ്പിൾ സ്കീമൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് കാൻഡിഡേറ്റ്സിനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത്, candidate should appear at the above mentioned examination half an hour, നമ്മൾ ഓൾറെഡി പറഞ്ഞു. Then candidate arriving half an hour late after the commencement of the exam will not be permitted for the exam. അപ്പോൾ നമ്മൾ അരമണിക്കൂറിന് ശേഷം 10:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഹാൾ ടിക്കറ്റ്, candidates without hall ticket will not be allowed to participate in the examination. ഹാൾ ടിക്കറ്റ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. Then candidate should produce original certificate for verification. Candidates without original certification will not permitted. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. Then valid and original proof of identity shall be produced for verification. നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ വോട്ടേഴ്സ് ID-യോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും നമ്മുടെ ID പ്രൂഫ് ആയിട്ട് കാണിക്കണം. അത് നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റും ബാക്കി ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം കൂടെ നമ്മുടെ ID പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ആർ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. അപ്പോൾ ഇനി അതിന്റെ ഒരു എക്സാം, അതിന്റെ ഒരു മാർക്കിന്റെ ഒരു സ്പ്ലിറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ വൈവയ്ക്ക് 25 മാർക്കാണ്, പിന്നെ സ്കീം വരയ്ക്കുന്നതിന് 50 മാർക്ക്, കാൽക്കുലേഷന് 25 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് പാസ് ആവാൻ വേണ്ടത് 60 മാർക്കാണ്. ഈ വൈവയുടെ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തതിൻ്റെയും എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടും പിന്നെ ജനറൽ ബേസിക് ഇലക്ട്രിക്കൽ ഇതിനെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് വൈവയിൽ ചോദിക്കുന്നത്. ദെൻ സ്കീം വരയ്ക്കുന്നതിന് സിംഗിൾ ലൈൻ ഡയഗ്രത്തിലാണ് 50 മാർക്ക്. ദെൻ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മാർക്ക് ഉണ്ട്, 25 മാർക്ക് ഉണ്ട്. സോ കാൽക്കുലേഷൻ അവർക്ക് വാല്യുവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ ചെയ്യണം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ MSBയുടെ ആണെങ്കിൽ MSBയുടെ ഇൻകമർ ബ്രേക്കർ, MCCB ആണെങ്കിൽ MCCBയുടെ റേറ്റിംഗ് എങ്ങനെ കിട്ടി, അതുപോലെ തന്നെ അതിന്റെ കേബിൾ സെലക്ഷൻ, പാനൽ ബോർഡിന്റെ ബസ് ബാർസിന്റെ സൈസ് എങ്ങനെ സെലക്ട് ചെയ്തു, ഔട്ട് ഗോയിങ് ലോഡുകൾ ഏതൊക്കെ എടുത്തേക്കുന്നു, ഔട്ട് ഗോയിങ് ലോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ലോഡിന്റെ ബ്രേക്കർ സെലക്ഷൻ എങ്ങനെയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ, അതുപോലെ സോളാർ ചെയ്യുമ്പോൾ സോളാറിന്റെ കിലോവാട്ട്, അതിന്റെ സ്ട്രിങ് എങ്ങനെ സെലക്ട് ചെയ്തു, അതിന്റെ സ്ട്രിങ് വോൾട്ടേജ്, ഒരു സ്ട്രിങ്ങിൽ എത്ര പാനൽസ് വന്നിട്ടുണ്ട്, അതുപോലെ ഇൻവേർട്ടറിന്റെ സെലക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കണം. അതെല്ലാം വൃത്തിയായിട്ട് വേറെ ഷീറ്റിൽ കാണിക്കണം. അതുപോലെ സ്കീം വരയ്ക്കുന്ന ഷീറ്റിൽ കൊണ്ടേ കാൽക്കുലേഷൻ ഒരു ഹാഫ് എടുത്തിട്ട് സ്കീമും ഹാഫ് കാൽക്കുലേഷൻ ചെയ്യാണ്ടിരിക്കുക. സ്കീം വരയ്ക്കുന്ന A4 പേപ്പറിൽ ആ സൈഡിൽ സ്കീം മാത്രം ചെയ്യുക. കാൽക്കുലേഷൻ വൃത്തിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വാല്യുവേഷൻ ചെയ്യാൻ പാകത്തിന് വേറെ ആയിട്ട് കാണിക്കുക. അതുപോലെ നമുക്ക് റഫ് വർക്കുകൾ ചെയ്യാനുള്ളത്, റഫ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു പേപ്പർ യൂസ് ചെയ്യുക, എന്നിട്ട് അത് ലാസ്റ്റ് വേണമെന്ന് വെട്ടിക്കളഞ്ഞിട്ട് വരാം.